ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മഴയൊട്ടും പെയ്തിരുന്നില്ല, അതുകൊണ്ട് തന്നെ മാവിൻ്റെ ഇലകളൊക്കെ വീണ് കിടക്കുന്നത് അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നീങ്ങി പോകുന്നുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്തിരുന്നെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് തീരെ സുഖമില്ല. എന്തോ തൊണ്ടവേദനയും കോൾഡും പിന്നെ വല്ലാത്ത ചുമയായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ ഉറങ്ങാൻ തന്നെ ചുമച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഉറങ്ങിയത്. അപ്പോൾ എഴുന്നേറ്റ പാടെ ഞാനൊരു ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. എന്നിട്ടാണ് കേട്ടോ ഇവിടെ അടിക്കാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അടിക്കുന്നത് കാണാനായിട്ട് മൗഗ്ലി ഗ്രോ ബാഗിൻ്റെ ഇടയിൽ ഇങ്ങനെ പതുങ്ങി നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വയ്യാത്ത കാരണം ക്ലാസ്സിൽ പോകുന്നില്ല കേട്ടോ. രമേശ് ചേട്ടനൊക്കെ നിർബന്ധിച്ചിരിക്കുകയാണ് ഇന്ന് പോകണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം റെസ്റ്റ് എടുത്തൊന്ന് കിടക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഗോതമ്പ് പൊടി വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. ഒരു അപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ നേരിയ ചൂടുവെള്ളമാണ് കലക്കി ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിത് മുൻപും കാണിച്ചിട്ടുള്ളതാണ്, എന്നാൽ കാണാത്തവർക്കായിട്ട് പറയാണ്. അതിൽ നമ്മൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നാളികേരം ചെരുകിയിട്ടിട്ടുണ്ട്, ചുവന്നുള്ളി ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓണത്തിനൊരു ദോശ പാൻ വാങ്ങി വെച്ചിരുന്നു, അത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിലെന്തായാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പോലെ കലക്കിയെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ പരത്തി കൊടുക്കുന്നു. എന്നിട്ടൊന്ന് മൂടി വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് അത് മാറ്റി കഴിയുമ്പോഴേക്കും വേഗമായിട്ടുണ്ടാവും. നല്ലൊരു അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കൂട്ടിക്കഴിക്കാനായിട്ട് കറിയോ മറ്റൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഇന്ന് വയ്യാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മാത്രമായിട്ട് ഉണ്ടാക്കിയാൽ ചായക്ക് ഇത് മാത്രം മതി. അപ്പോൾ ഇന്നലെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയപ്പോൾ അത് ഫസ്റ്റ് തന്നെ മറിച്ചിട്ടപ്പോൾ ചന്നം പിന്നെ ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മറിച്ചിടാനായിട്ട് എനിക്ക് ഇത്തിരി ഭയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് മറയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വിട്ടു പോന്നിരുന്നു കേട്ടോ. അത് കാരണം സുഖമായിട്ട് ഈ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇനി ചായയൊക്കെ കുടിച്ചിട്ടാവാം ഇനി ബാക്കിയുള്ള ജോലികളൊക്കെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു. അങ്ങനെ രമേശ് ചേട്ടൻ ഓഫീസിൽ പോയി കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിരുന്നത്, ഒരു ജോലി ഒന്ന് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ രമേശ് ചേട്ടൻ പോയിരുന്നത്. പക്ഷേ ഞാൻ പിന്നെ എല്ലാവരും പോയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുറച്ചേശ്ശെ ജോലികൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പുല്ല് പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ പുല്ലൊക്കെ പറിച്ചതിന് ശേഷം ആ ചെടിയുടെ ഇടഭാഗങ്ങളൊക്കെ ഒന്ന് അടിക്കുകയാണ് കേട്ടോ. അടിക്കുന്നതൊക്കെ കയ്യെത്തിച്ചും കണ്ണെത്തിച്ചൊക്കെ നോക്കി നടക്കുന്നുണ്ട് മൗഗ്ലി. അതുകൊണ്ട് കടലാസ് പാറി പറക്കണം എന്ന പോലെയാണ് കേട്ടോ അത് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം മഴയൊക്കെ പെയ്ത കാരണം തന്നെ ഓരോ ചെടിയുടെ ഇടയിലൊക്കെ ആയിട്ട് ഇത്രയ്ക്ക് പുല്ലാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ പുല്ലൊക്കെ ആഞ്ഞ് മുളയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇപ്പുറത്ത് ഉണ്ടല്ലോ, ഇങ്ങോട്ട് ഞാനൊന്ന് വരാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അമ്മയും മോളും കൂടിയിട്ട് ചെടിയുടെ മറവിൽ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ അപ്പം ഈ പൂച്ചക്കുട്ടിക്കും കൊടുത്തിരുന്നു കഴിക്കാനായിട്ട്. അതങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ഓട്ടവും കുസൃതിയും കളിയും ഒക്കെയാണ് കേട്ടോ. ഈ ചെടിയുടെ ഇടയിൽ ഒളിച്ചിരുന്ന് കഴിഞ്ഞിട്ട് അമ്മയുടെ കഴുത്തിലേക്ക് ചാടി വീഴലും കെട്ടിമറയിലൊക്കെ ആയിട്ട് അപാര കളികളാണ് 2 പേരും. എന്തുമാത്രം മഴയാണ് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടിയത്. അത്രമാത്രം പുല്ലും ഇതിനിടയിലൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 ചെടിച്ചട്ടികളിൽ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ടൈലിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ പൂക്കളൊക്കെ കാണാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ചെടികളിൽ പൂവുണ്ടായിട്ട് കുറേ ദിവസങ്ങളായിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പൂ വിരിഞ്ഞപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചത്. ഇതിന് മുൻപ് മഴയത്തൊന്നും ഒരു പൂക്കളും ഇതുമ്പോൾ കണ്ടിരുന്നില്ല. അപ്പോൾ ഇന്ന് നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് റെസ്റ്റ് എടുത്ത് കിടക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം നല്ല വെയിലുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കിണറിൻ്റെ മുകളിലാണെങ്കിൽ മത്തവള്ളിയും കുമ്പളവള്ളിയും ഒക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പുല്ലും ഇതൊക്കെ മുളച്ച് വന്നിരിക്കണ ഈ കിണറ്റിൻ്റെ ഉള്ളിലുള്ള കാട്ടുചെടികളൊക്കെ പുറത്തേക്ക് പൊന്തി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കത്തിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചേക്കാണ്. കാരണം കിണറിൻ്റെ മുകളിൽ ഒരു കാട് പോലെയാണ് കേട്ടോ ഇത്. മിക്ക മാസങ്ങളിലും ഇതിങ്ങനെ വൃത്തിയാക്കലാണ് എൻ്റെ ഒരു ജോലി കേട്ടോ. പിന്നെ നല്ല വേനലാണെങ്കിൽ മാത്രമാണ് ഇതിങ്ങനെ മുളച്ച് പൊന്താണ്ടിരിക്കുള്ളൂ.
അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഓണത്തിന് മുൻപ് നമ്മൾ ഇതൊക്കെ വൃത്തിയാക്കിയതാണ് കേട്ടോ. പക്ഷെ ഇപ്പം മഴയൊക്കെ കിട്ടിയത് കൊണ്ടായിരിക്കും തോന്നണേ ഭയങ്കര സ്പീഡിലാണ് ഇതൊക്കെ വലുതാകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കിണറിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് സൂര്യപ്രകാശമൊക്കെ ഒന്ന് കിടക്കട്ടെ. അത്രയും മൂടിയാണല്ലോ ഇതൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ നല്ല ഇതിലൊന്ന് കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നത്. അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞു എന്ന് വിചാരിച്ച് സമാധാനിച്ചിട്ട് നോക്കുമ്പോഴാണ് കിണറിൻ്റെ മുകളിൽ ഇങ്ങനെ പച്ചപ്പരവതാനി പോലെ ഇങ്ങനെ ഇതൊക്കെ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ ഇത് കളയാതെ ഒന്ന് പോയി റെസ്റ്റ് എടുക്കാനായിട്ട് തോന്നുന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളുണ്ടല്ലോ നമ്മുടെ വീട് മാത്രം വീടിൻ്റെ ഉള്ളിൽ മാത്രം വൃത്തിയാക്കിയാൽ പോരാ, നമ്മുടെ പരിസരം കൂടി വൃത്തിയാക്കിയാലാണ് അല്ലേ നല്ലൊരു വൃത്തി ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ മാവിൻ്റെ ചുവട്ടിലൊന്ന് നോക്കിയതിന് ഇഷ്ടം പോലെ മാവിൻ്റെ ഇലകളാണ് ഈ കൊഴിഞ്ഞ് കിടക്കുന്നത്. അതിൽ കൂടെ ഇപ്പോൾ മാവ് തളിർത്തിരിക്കുകയാണ്. അപ്പോൾ പഴയ ഇലകളൊക്കെയാണ് ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നത് കേട്ടോ. അതുകൂടാതെ മാവിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ 4 മണി തൈകളാണ് ഈ നിൽക്കുന്നത്, 4 മണിപ്പൂവിൻ്റെ. അപ്പോൾ ഇത് ഓണത്തിന് വേണ്ടിയിട്ട് ഞാനത് പറിക്കാതെ നിർത്തിയതായിരുന്നു കേട്ടോ. പൂക്കളിടാൻ വേണ്ടിയിട്ട് പൂവൊക്കെ വേണമല്ലോ. അപ്പോൾ 4 മണിപ്പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അത് നിർത്തിയിരുന്നത്. ഓണം കഴിഞ്ഞിട്ട് വേണം അതൊക്കെ പറിച്ച് കളയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മാവിൻ്റെ ഇലകൾ ഒക്കെ അടിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് കളയാണ് കേട്ടോ. ഇനിയും ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് കിടന്നാൽ നമ്മൾ അറിയില്ല. അപ്പോൾ പച്ചമുളക് പൊട്ടിക്കാനോ അല്ലെങ്കിൽ വേപ്പില പൊട്ടിക്കാനോ ഒക്കെ ഓടി ഇങ്ങോട്ട് നമ്മൾ വരും. അപ്പോൾ ഈ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കിടന്നാലാണ് നമുക്ക് ഓടി വന്ന് പച്ചമുളകൊക്കെ പറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അത് കാരണം തന്നെ ഈ മാവിൻ്റെ ഇലയൊക്കെ അടിച്ചും കഴിഞ്ഞിട്ട് ഒരു ചാക്കിൻ്റെ മുകളിലേക്ക് ഇട്ടും കഴിഞ്ഞിട്ട് അപ്പുറത്ത് തെങ്ങിൻ്റെ കടയ്ക്ക് കൊണ്ടുപോയി ഇടും. എന്നിട്ട് ഉണങ്ങുന്നതിനനുസരിച്ച് അതൊക്കെ തീയിട്ട് കളയാണ് ചെയ്യുക. ഈ വശത്ത് തന്നെ നമുക്ക് തീയിടാനായിട്ടുള്ള സൗകര്യമൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഈ വശത്ത് നിൽക്കുന്ന 4 മണി തൈകൾ കാരണം ഈ മഞ്ഞൾ ചെടിക്കൊന്നും മര്യാദയ്ക്ക് വളരാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഈ 4 മണിയൊക്കെ ഞാൻ പിഴുത് മാറ്റാമെന്ന് വിചാരിച്ചത് തന്നെ. അപ്പോൾ ഇതിനാണെങ്കിൽ കടയ്ക്കാണെങ്കിൽ നല്ല ഉറപ്പുണ്ട് കേട്ടോ. നമ്മൾ പിടിക്കുമ്പോഴേക്കും അതിൻ്റെ കമ്പുകളാണ് പൊട്ടി കഴിഞ്ഞ് നമ്മുടെ കൈകളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി ആഞ്ഞ് വലിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ കടയടക്കം പോരുന്നുള്ളൂ. എന്തായാലും ഇത് മുഴുവൻ ഞാനിന്ന് വൃത്തിയാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനി മഞ്ഞളൊക്കെ നല്ല രീതിക്ക് തന്നെ വളരണം, അല്ലാതെ ഇതിൻ്റെ ഈ ഇടയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. പിന്നെ നമുക്ക് പൂക്കളുടെ ആവശ്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ 1-2 തൈ നമുക്കിത് നിർത്തിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ പറിച്ചു മാറ്റണം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഇവിടുത്തെ ഈ മഞ്ഞൾ പറിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പുറത്തുനിന്നൊന്നും ഞാൻ മഞ്ഞൾപ്പൊടി വാങ്ങാറില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനായാലും ഇവിടത്തെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടും കൊടുത്തു വിടാറുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ. അപ്പോൾ ഈ മഞ്ഞൾ ഇവിടെ മുഴുവനായിട്ട് പടർന്ന് ഇങ്ങനെ പൊട്ടി മുളച്ച് വരും. അപ്പോൾ ഈ ചെടി തടസ്സമായതുകൊണ്ടായിരിക്കാം ഈ പ്രാവശ്യത്തിൽ കുറവായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ മഞ്ഞളിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഞാൻ കൂർക്കത്തലയൊക്കെ കട്ട് ചെയ്തും കഴിഞ്ഞിട്ട് നട്ടിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കോഴിമക്കൾക്ക് ഇതിലെയൊക്കെ ചിക്കി ചകയാനും കിട്ടുന്ന സ്ഥലമാണ് ഈ 4 മണി തൈകൾ വന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറിച്ച് മാറ്റിയിട്ട് ഇന്ന് ഉച്ച തിരിഞ്ഞ് കോഴിയെ കഴിച്ചു വിടുമ്പോൾ അവയ്ക്ക് സന്തോഷമാവും കേട്ടോ. കുറച്ചും കൂടി സ്ഥലമായല്ലോ അവയ്ക്ക് നടക്കാനും കിടക്കാനും കളിക്കാനും കൊത്തിപ്പറക്കി നടക്കാനൊക്കെ ആയിട്ട്. വീട്ടമ്മമാർ പുറത്ത് ജോലിക്കൊന്നും പോയില്ലെങ്കിലും നമ്മുടെ വീട്ടിലും നമ്മുടെ വീടിൻ്റെ മുറ്റത്തും പറമ്പിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ജോലികൾ നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ലീവൊക്കെ എടുത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം പോരാത്ത പോലെ തോന്നും. അത്രത്തോളം ജോലികളായിരിക്കും ചെയ്ത് തീർക്കാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഓരോ വീട്ടമ്മമാരും വീട്ടിൽ ചോറും കറിയും വെച്ചും കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കാമെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. കാരണം നമ്മുടെ കൃഷിക്കാര്യങ്ങളായാലും ചെടിയുടെ കാര്യങ്ങളായാലും പറമ്പ് ക്ലീൻ ചെയ്യുന്നതായാലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ജോലികളാണ് അവർക്ക്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നത് വരെയൊക്കെ ജോലി ചെയ്യാനായിട്ട് ഈ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും ഉണ്ട് ജോലികൾ. അങ്ങനെ 4 മണി ചെടികളൊക്കെ ഞാൻ പറിച്ചും കഴിഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഇലയും അതുപോലെ മാവിൻ്റെ ഇലയൊക്കെ ഇഷ്ടം പോലെ കുഞ്ഞു കൂടി കിടക്കുകയാണ് കേട്ടോ. കൊട്ടക്കണക്കിന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അടിച്ചെടുക്കാനായിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ എല്ലാം അടിച്ച് നമ്മൾ വൃത്തിയാക്കി മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പുറത്ത് തെങ്ങിൻ്റെ ഇടയ്ക്കിടുമ്പോൾ ഇനിയിപ്പോൾ തെങ്ങോളം പൊക്കം ഉണ്ടാവാമോ, അത്ര മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചവറ് കിട്ടുന്നത്. അപ്പോൾ വേപ്പിലയുടെ തൈയൊക്കെ തനിയെ മുളച്ചും കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അടിച്ച് വാരി വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. ഇപ്പോൾ മഞ്ഞൾ ചെടിക്കൊക്കെ നല്ല സ്വാതന്ത്ര്യം കിട്ടിയ പോലെയായിട്ട് കേട്ടോ. കാറ്റ് ഏറ്റൊക്കെ നല്ല തുള്ളിക്കളിച്ച് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓരോ ചെടികളൊക്കെ പിഴുത് പറിച്ചൊക്കെ കളയുമ്പോൾ അതേ കയ്യുമ്മയൊക്കെ കടുത്തുമ്പിയൊക്കെ കടിച്ചും കഴിഞ്ഞിട്ട് കയ്യൊക്കെ ഈ ഒരു പരിവണമായിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ തന്നെ എനിക്ക് മണ്ണും ചെടിയൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം കടിക്കലും ചൊറിയലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് സമയമായി കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് പിന്നെ പഴനിയിൽ നിന്ന് വാങ്ങിയ നമ്മൾ കൊണ്ടുവന്നിരുന്ന പൊരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൊരിയൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ കുറേ നേരം റെസ്റ്റ് എടുത്തു. അതിന് ശേഷം ഉച്ച തിരിഞ്ഞും കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മത്തങ്ങ അരിഞ്ഞും കഴിഞ്ഞിട്ട് ഞാൻ മത്തങ്ങ കൊണ്ട് ഒരു പായസം വെക്കുകയാണ് കേട്ടോ. അപ്പം മത്തങ്ങ നല്ല പോലെ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് ഉടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോരുമല്ലോ. അപ്പോൾ പിന്നെ അതിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഉരുക്കാനായിട്ട് ഇതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ മത്തങ്ങ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് നമ്മൾ ഈ ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച് കൊടുത്തും കഴിഞ്ഞിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാളികേരപ്പാലാണ് കേട്ടോ എടുക്കുന്നത്, അല്ലാതെ സാധാ പാലല്ല എടുക്കുന്നത്. അങ്ങനെ നാളികേരപ്പാൽ നമ്മൾ അടിച്ചും കഴിഞ്ഞിട്ട് 2-3 തരമാക്കി കഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള പാലാണ് ഫസ്റ്റ് ചേർക്കുന്നത്. അതൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി കഴിയുമ്പോൾ അടുത്ത പാലൊഴിച്ച് പിന്നെ ലാസ്റ്റ് തൻപാലും ഒഴിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തുകയാണ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്ന മത്തങ്ങ പായസത്തിന് മുൻപൊരിക്കലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഓർമ്മ വെച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ പാകമായി കഴിയുമ്പോൾ നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും പിന്നെ തേങ്ങയ്ക്ക് പകരം ഞാൻ മത്തങ്ങ തന്നെ തേങ്ങ കൊത്ത് പോലും കഴിഞ്ഞ് അരിഞ്ഞും കഴിഞ്ഞിട്ട് അതും കൂടി വറുത്തിടാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കുടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാവില്ല, എന്താണ് ഇതിൽ ചേർത്തതെന്ന് അറിയാണ്ട് നമ്മളിങ്ങനെ ആലോചിച്ച് പോകും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണെന്നാണ് രമേശേട്ടനും ചിഞ്ചും ഒക്കെ പറഞ്ഞത് കേട്ടോ. പിന്നീടല്ലോ രമേശേട്ടൻ വരാൻ സമയമായി. അപ്പോൾ ഗേറ്റ് തുറക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. അപ്പോഴുണ്ടടാ ഇവിടെ ഭയങ്കര ഫൈറ്റാണ് കേട്ടോ. റീയും മൗഗ്ലിയും കൂടിയിട്ട് എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടണമെന്ന് പറയാൻ പറ്റില്ല. ഇട്ടത്തെ ചാടലും വാലിട്ടടിക്കലും ഒക്കെ ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് നിന്നു കേട്ടോ. അപ്പോൾ രമേശേട്ടൻ വരുമ്പോൾ ഇന്ന് മീൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് പറയണേ, മീൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ കാരണമാണോ ഇത്ര ഉഷാറിൽ കളിക്കാൻ, അതായിരിക്കും കാരണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു. പക്ഷേ രമേശേട്ടൻ വന്നപ്പോൾ മീൻ വാങ്ങാനായിട്ട് മറന്നു പോയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പായസമൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് മാളയ്ക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനും രമേശേട്ടനും കൂടി മാളയ്ക്ക് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മാളയിലേക്ക് പോവാണ്. ഇത് മാളക്കുളമാണ് കേട്ടോ. ഈ ഒരു ബസ് സ്റ്റോപ്പിന് തന്നെ മാളക്കുളം എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ മാളക്കുളം കഴിഞ്ഞ് പിന്നെ ഒരു ടേണിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാള സെൻറ്ററായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റ് ആൻറ്റണീസ് സ്കൂളൊക്കെ ഉണ്ട്. ആ സ്കൂളിൻ്റെയൊക്കെ പരിസരത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ വണ്ടികളൊക്കെ ഇങ്ങനെ വൈകിട്ടാകുമ്പോഴേക്കും ഇങ്ങനെ നിരത്തിയിട്ടിരിക്കും. അതുപോലെ തന്നെ പച്ചക്കറി, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അയലയാണ് കേട്ടോ വാങ്ങിയത്. 120 രൂപയാണ് ഇപ്പോൾ അയലയ്ക്ക് ഇവിടെ വില. അങ്ങനെ അയല വാങ്ങി. പിന്നെ പച്ചക്കറികളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതൊക്കെ കണ്ടു, പക്ഷെ അത് വാങ്ങിയില്ല. ഈ മരം എന്താണെന്ന് വെച്ചാൽ നെല്ലിക്ക മരമാണ്. നിറയെ നെല്ലിക്ക ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അയിലൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയ്ക്കും മോൾക്കും ഭയങ്കര സന്തോഷമായി. കാരണം പച്ചമീൻ അങ്ങോട്ട് കഴിക്കാനായിട്ട് കിട്ടാണല്ലോ. അപ്പോൾ ആണെങ്കിൽ സന്ധ്യാസമയമായി. അതുകൊണ്ട് തന്നെ കോഴികളൊക്കെ തിരിച്ച് കോഴിക്കൂട്ടിൽ കയറി. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോഴികളും ഇവരും എല്ലാം കൂടി ആകെ ബഹളമായി ആയേനെ. ഇത് ഇപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ട് വളരെ സഹകരണത്തോട് കൂടിയിട്ടാണ് കേട്ടോ അമ്മയും മോളും ഷെയർ ചെയ്തും കഴിഞ്ഞിട്ടൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ ചിക്കൻ കഴിച്ചുകൊണ്ടായിരുന്നു നടപ്പ്. ഇന്ന് ഇപ്പോൾ രാവിലെ ചിക്കനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതായത് നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ അയല.
അപ്പോൾ ഇപ്പോൾ അവർക്ക് മീൻ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.